എന്റെ തങ്കച്ചൻ ആരുടെ പിടിച്ചകത്തിട്ടെ? പുതിയ എസ് ഐ. തന്റെ പുതിയ SI കാണിച്ചു തരാൻ എല്ലാവനെയും. ഇതൊക്കെ പൊളിച്ച്. ഹലോ. കൊള്ളാം കൊള്ളാം. എടാ നിനക്ക് ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? നീ എന്റെ ആളാണെന്ന്. നീ ഇതിനകത്ത് തന്നെ കിടക്കാനാണോ പ്ലാൻ? പുതിയ SI എവിടെ? പോണ്ടാന്നോ? അപ്പൊ ഇതിനകത്ത് തന്നെ കിടക്കാനാണോ പ്ലാൻ? എനിക്കാരും പേടിയില്ല, ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം. 2 വർത്താനം പറയട്ടെ. ഹലോ സാർ, ഐ ആം സേതുരാമൻ. കാക്കിക്കുള്ളിൽ കഷ്ടപ്പെടുന്നവർക്ക് സേവനം തുറുപ്പ് ചീട്ടാക്കിയവൻ സേതു. കേസ് തികയ്ക്കാൻ പുള്ളികൾ വേണമെന്ന് പറഞ്ഞാൽ തുള്ളിക്കൊണ്ടുവരും സേതുവിന്റെ വക പുള്ളികൾ. അങ്ങനെ ഈ സേതുവിന്റെ സേവനങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ സ്റ്റേഷൻ. ക്രിസ്തുമസ്, ഈസ്റ്റർ, ഓണം, വിഷു, എന്തിന് എല്ലാ 1-ാം തീയതിയും അണ്ണ വലിഞ്ഞിരിക്കുന്ന ഇവിടുത്തെ പോലീസുകാരുടെ തൊള്ളയിലേക്ക് കേസ് കണക്കിന് മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സേതുരാമൻ. അതാവണമടാ പോലീസ്. പതിവുകളൊന്നും തെറ്റിക്കുന്നവനല്ല ഞാൻ. ഇതാ സ്ഥലം മാറി വന്ന SIക്ക് സേതുരാമന്റെ വക. അത് ശരി. സ്റ്റേഷനില് നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി നീ എന്താ SIയുടെ വേഷമൊക്കെ എടുത്തിട്ട് ആളാവുന്ന? അഴിച്ചു മാറ്റടാ പാന്റും ഷർട്ടും ഒക്കെ. പെട്ടെന്നാവട്ടെ. അതെ, എനിക്ക് തരുന്ന സ്വാതന്ത്ര്യമൊന്നും എന്റെ കൂടെ ഉള്ളവർക്കൊന്നും കൊടുക്കല്ലേ കേട്ടാ. അതുപോട്ടെ, നീ എവിടെയായിരുന്നടാ ഇത്രയും നാള്? നിന്നെ ഫോൺ ചെയ്യുമ്പോ നീ അങ്ങും തൊടാത്ത വർത്തമാനമാണല്ലോ എടാ. അല്ലെങ്കിൽ അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. നീ ഷർട്ടും പാന്റൊക്കെ വേഗം ഊരിയിടനിയാ. SI എവിടെ? SI എവിടെ? Where is the SI? എന്താടാ ഞാൻ ഇവിടെ നിൽക്കണ നിനക്ക് കണ്ടൂടാ? സാറല്ലേ മറ്റവനാ? എനിക്ക് അവന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. നീ പോലീസുകാർക്ക് കൈക്കൂലി കൊടുക്കൂലടാ? നിർത്തി. നിങ്ങളോ? മേടിക്കുന്നത് ഞങ്ങൾ നിർത്തി സാർ. ഇപ്രാവശ്യത്തേക്ക് പോ. സാർ, ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ പൊറുക്കണം. സാറിന്റെ മാതാപിതാക്കൾ ആരെങ്കിലും എപ്പോഴെങ്കിലും കൃഷ്ണപുരം വഴി പാസ് ചെയ്തിട്ടുണ്ടോ? സൂര്യ നമസ്കാരം ചെയ്ത അങ്ങനെ സമയം സന്ദർഭമൊന്നുമില്ല. എപ്പോ വേണോ ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ നീ അകത്തോട്ട് ചെന്നാ മതി. തീർച്ചയായും ഇത് ജയനെ വിളിച്ചിട്ട് പറയാം. ബാക്കി അവൻ നോക്കിക്കോളും. ഹലോ. എടാ ജയ, ഇത് നിന്റെ വലിയേട്ടനാടാ. എന്താ വലിയേട്ടാ? ഒരാഴ്ചക്കകം വരാന്ന് പറഞ്ഞിട്ട് നീ ഇപ്പൊ എവിടെയാ? എടാ പിന്നെ ഇവിടെ തൃക്കര സ്റ്റേഷനിലെ നിന്നെ പോലൊരു SI ചാർജ് എടുത്തിരിക്കാടാ. നിന്നെ പോലെ തന്നെ. വലിയേട്ടാ, അവനെ എനിക്കറിയാം. ആള് ഭയങ്കരനാ. അവന്റെ കൺമുമ്പിലെങ്ങാനും ചെന്ന് പെട്ടേക്കല്ലേ? അയ്യോ പെട്ടു. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. നീ ഇപ്പൊ എവിടെയാ ഉള്ളേ? ഞാൻ നാട്ടിലാ. ഞാൻ ഉടനെ എത്താം. വണ്ടി എടുക്കട്ടെ. ആദ്യം നീ എന്നെ എടു, പിന്നെ വണ്ടി എടുക്കാം. മണി, എന്താ സാറേ? ആരാ നോക്ക്. ക്യൂ ചെയ്ത് വെച്ചേക്ക്. SI ജയശങ്കർ സാറില്ലേ? അയ്യോ, ഇത് ടിവിയിലൊക്കെ വരുന്ന ചേച്ചിയല്ലേ? ഞാൻ ഇവിടുത്തെ സാറിന്റെ കുക്ക് മണി. ഇപ്പൊ വിളിക്കാമേ. സാറേ സാറേ സാറേ, ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. ആരടാ? സാറ് നോക്ക്. ആരാ? എന്തു വേണം? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ആരാ? നമ്മളൊന്ന് സുഭദ്രാമ്മയുടെ മോള് മീനാക്ഷി. സോറി, എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. വരൂ, അകത്തിരിക്കാം. വരൂ. നീ ഇവിടെ ഏതോ ചാനലിലാ വർക്ക് ചെയ്യുന്നുള്ള വിവരം ഞാൻ അറിഞ്ഞായിരുന്നു. നീ അങ്ങ് ആള് വളർന്ന് വലുതായി പോയല്ലോ. എന്റേതായി കയ്യിൽ തൂങ്ങി പാടത്തും തൊടിയിലൊക്കെ നടന്നിരുന്ന നരന്ത് കുട്ടി. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഞാനിവിടെ SI ആയിട്ട് ചാർജ് എടുത്തത് അറിഞ്ഞു വന്നതായിരിക്കും അല്ലേ? വരൂ,
ഇങ്ങോട്ടിരിക്കാം. അഭിനയം നന്നായിരിക്കുന്നു. ഇത് അല്ല, ആളറിഞ്ഞൂടാത്ത പോലുള്ള ഈ അഭിനയം അത് വളരെ നന്നായിരിക്കുന്നു. എന്നോട് വേണ്ട മാഷ ഈ അഭ്യാസം. അഭ്യാസോ? അപ്പോ ഞാൻ ഉദ്ദേശിച്ച മീനാക്ഷി കുട്ടിയല്ലേ? നമ്മൾ ഇതിനു മുൻപ് 1-2 പ്രാവശ്യം കണ്ടിട്ടില്ലേ? ഓ, ഒരിക്കൽ ഒരു ചാനലിന്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വഴിയിൽ വെച്ച് അന്ന് ടോൾസ്റ്റോയുടെ ചില കൊട്ടേഷൻസ് ഒക്കെ പറഞ്ഞു. ടോൾസ്റ്റോയോ? അതാരാ? എനിക്കറിയാം സാറേ, ജംഗ്ഷനിൽ കട നടത്തുന്ന ടോൾസ്റ്റോയ് ശശിയണ്ണനെ. അപ്പൊ എന്നെ കണ്ടിട്ടേ ഇല്ല. അയ്യോ, ജ്വല്ലറിയിൽ വെച്ചും കണ്ടിട്ടില്ല. ഇല്ലാന്നല്ലേ കുട്ടി പറഞ്ഞത്? ശരി, കുറച്ചുപേരെ എല്ലാ കാലത്തേക്കും പറ്റിക്കാം, എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം. പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിരം വാചകമല്ലേ കുട്ടി പറയാൻ പോണത്? പറ്റിക്കാൻ തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും എത്ര കാലം വേണമെങ്കിലും പറ്റിക്കാൻ കുട്ടി. ഉദാഹരണത്തിന് നമ്മുടെ ചില നേതാക്കന്മാരെ കണ്ടിട്ടില്ലേ? കാലങ്ങളായിട്ട് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് നേരെ ഇരുട്ടുന്നതിന് മുമ്പ് മക്കള് വീട്ടിൽ ചെല്ലാൻ നോക്ക്. ചെല്ല്. സാറകത്തേക്കൊന്ന് ഉണ്ടേച്ച് പോയാ. നിങ്ങൾ തമ്മിൽ നല്ല മാച്ചിങ്ങാ സാറേ. ഇപ്പൊ നീ എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞ ശരിയല്ലേ? അവൻ തന്നെയല്ലേ അവൻ? ചിലപ്പോ ആയിരിക്കാം, പക്ഷെ എങ്ങനെ അത് ഉറപ്പിക്കും? നീ നോക്കിക്കോ, 2 ദിവസത്തിനുള്ളിൽ അവന്റെ സമ്പൂർണ്ണ ഹിസ്റ്ററി ഞാൻ കണ്ടുപിടിച്ചു. ഏട്ടാ, അതിന് വേണ്ടത് ഏട്ടന്റെ ഈ എടുത്തുചാട്ടമല്ല, ബുദ്ധിയാ. അതെനിക്കുണ്ടല്ലോ. അത് മറ്റുള്ളവർക്കും കൂടി തോന്നണ്ടേ? അതെ, ഈ കേസ് എനിക്ക് വിട്ടേക്ക്. മീഡിയക്കാരും നല്ല ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണെന്ന് അറിയാലോ. ഇതിൽ എനിക്കൊരു സ്റ്റോറി കിട്ടിയാൽ ചാനലിൽ ഒന്ന് നന്നായി ഷൈൻ ചെയ്യാം. പെങ്ങളിൽ കൂടി ആങ്ങളേക്കും കിട്ടും പ്രശസ്തി. എന്ന് വെച്ചാൽ ഞാനായിട്ട് എനിക്ക് പ്രശസ്തി ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണോ? ഹലോ, എടോ, ഇത് MLA ദത്തനാണോ? സാർ, ഉടൻ പിടിക്കും സാർ. സാറിന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയ മുതലെല്ലാം കണ്ടുപിടിച്ച് ഉടൻ തിരിച്ചേപ്പിക്കും സാർ. പെൻ ഡ്രൈവ്, ഹാർഡ് ഡിസ്ക്, മെമ്മറി കാർഡ് എല്ലാം ഈ സാധനം ജോസ്. നിർത്തി സാർ. കുറെ കാലമായി ഞാനത് കേൾക്കുന്നു. ഒരാഴ്ചക്കകം എനിക്കത് കിട്ടണം. കട്ടവനെയും കിട്ടണം. കിട്ടും സാർ, ഞാനല്ലേ പറയുന്നത്. നീ എന്തിനാ? അല്ല സാർ, ഇവിടെ പറഞ്ഞ. ശരി. അതെ, ഒരു കണ്ടെയ്നർ അങ്ങ് പിടിക്കും സാർ. കണ്ടെയ്നേഴ്സിന്റെ മറവിൽ കള്ളക്കടത്തുന്ന ആരോപണം വന്നതിന് ശേഷം വളരെ സ്ട്രിക്റ്റ് ആണ് സാർ. ഞാൻ ഉഴപ്പിന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു കാണും. എനിക്കറിയാം, ഞാൻ ഷൈൻ ചെയ്യണല്ല, അസൂയാണ് സാർ എല്ലാവർക്കും. എടോ, നാളെ ഒരു കണ്ടെയ്നർ വരും. KL45C888. ചൈന എന്നുള്ള കുറച്ച് ടോയ്സാ. ചൈനയുടെ ടോയ്സ് നല്ലതാണ് സാർ, പക്ഷെ ലാസ്റ്റ് ചെയ്യില്ല. എടോ, പറയുന്നത് കേൾക്കടോ. ആ കണ്ടെയ്നർ പെട്ടെന്ന് അങ്ങ് വിട്ടേക്കണം സാർ. SI പറഞ്ഞേക്ക്. വേറെ ഒന്നും കൊണ്ടല്ല, അതിന് ചില മെക്കാനിക്കൽ പ്രോബ്ലംസ്. ആരെ SI? അന്നെന്റെ മുഖത്ത് ചൂടുള്ള അല്ല, SI ജയശങ്കർ. പക്ഷെ ചെക്കിംഗ് പോയിന്റ് ഞാൻ തന്നെ നിൽക്കാം സാർ. ജനപ്രതിനിധികളുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ താല്പര്യമല്ലേ സാർ? ശരി സാർ. സാർ, MLA ദത്തൻ സാറാ നേരിട്ട ഓരോ ചുമതലകൾ എന്നെ ഏൽപ്പിക്കുന്നത്. പക്ഷേ ആളിനെ ഒന്ന് സൂക്ഷിച്ചോണം. ലോക്കല്ലായ ഇതാ കുഴപ്പം. വെയിലുള്ളണം, മുഖത്തിന്റെ ഇതൊക്കെ അങ്ങ് പോകും, കരുവാളിക്കും. അത് നല്ലത് സാർ, മുഖത്തിന്റെ പാട് മാറി കിട്ടും. താനെന്തിനാ ഇങ്ങോട്ട് വന്നു? DGPയുടെ സർക്കുലറിലുണ്ടായിരുന്നല്ലോ സാർ, വാഹന പരിശോധന കർശനമാക്കണം. ഞായറാഴ്ചയാണെങ്കിൽ ഇത്തിരി കുറവാണല്ലേ സാർ? എന്ത് ട്രാഫിക്? സോറി സാർ. ആ വണ്ടി ഒതുക്കാൻ പറ. അങ്ങോട്ടേക്ക്. സാർ, ഈ കണ്ടെയ്നേഴ്സ് പോർട്ടിലെ ചെക്കിംഗ് കഴിഞ്ഞാലും ബൈപ്പാസിലും പരിശോധിക്കണമെന്ന് സർക്കുലറിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാർ. എടോ, ഇത് MLA രത്തൻ സാറിന്റെ വണ്ടിയാ. ചെക്കിംഗ് ഒന്നും വേണ്ട, പെട്ടെന്ന് വിട്ടേക്കെന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ല സാർ. സാറിന്റെ ഡ്യൂട്ടിയിലുള്ള ആത്മാർത്ഥത പരീക്ഷിക്കുന്നതാണ് സാർ. ചില നേതാക്കന്മാർ ഇങ്ങനെയാ. ഈ ദത്തൻ MLA ഇതിന്റെ ആളാ. കുറച്ച് സാധനങ്ങൾ കയറ്റി അയച്ചിട്ട് വണ്ടി നമ്പർ ഇതാണ്, പരിശോധിക്കണമെന്നൊക്കെ പറയും. സാറിന്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാണ് സാർ. അങ്ങനെയാണോ എന്ന് ദത്തൻ സാറിനോടൊന്ന് വിളിച്ചു ചോദിച്ചാലോ? സാറേ, ദത്തൻ സാറ് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇതേ കണ്ടോ സാർ? അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിരിക്കുകയല്ലേ. ഇതും കേട്ട് സാറ് ചെക്ക് ചെയ്യാതിരുന്നാലേ തൊപ്പി പറക്കും. ഇപ്പൊ എനിക്ക് മനസ്സിലായി. പേപ്പറൊക്കെ ആയിട്ട് ഇറങ്ങി വാടാ. അല്ല, ഇത് ഇറങ്ങി വാടാ. സാർ, അത്രയ്ക്ക് കടുപ്പിക്കണ്ട. ഇറങ്ങി വാടാ. ഓ, ഈ ചാനലുകാർക്ക് എന്താ ഇവിടെ? അവർക്ക് എന്തെങ്കിലും ഒരു വാർത്ത വേണ്ടേ സാർ? സാർ ചെക്ക് ചെയ്യണം.
ചൈനീസ് ടോയ്സ്. പേപ്പറിൽ അങ്ങനെ പലതും കാണും സാർ. കേറി ചെക്ക് ചെയ്യടോ. എന്നാ ഞാനും കൂടി അങ്ങോട്ട്. സാർ ഐ ആം വെരി സ്ട്രിക്റ്റ് ആൻഡ് എഫിഷ്യന്റ്. MLA ഒന്ന് പറഞ്ഞേക്ക്. എന്തായി? പ്രത്യേകിച്ചൊന്നുമില്ല സാർ. എന്നാ പോയിക്കോളൂ. സാറേ പോവാൻ വരട്ടെ. ഡോ ആ സ്പാൻഡർ എടുത്തേ. 12 13. ആ ദാ ഇത് തന്നെ. എവിടാ ഇതിന്റെ കീ? കീ ഇല്ല സാർ. കീ ഇല്ലേ? എടോ നമ്മുടെ ജീപ്പിൽ കമ്പി വല്ല ഇരിപ്പുണ്ടോ? കമ്പി ഉണ്ടാവും സാർ. എടുത്തേ സാർ. സുരേന്ദ്രന്റെ അതേ ടെക്നിക്ക്. എന്താണോ അതൊക്കെ? എനിക്കൊന്നും അറിയില്ല സാർ. അറിയിക്കണം തന്നെ. കൊണ്ടുപോകുന്നേ. കൊച്ചി നഗരത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. കണ്ടെയ്നറിൽ ഒളിപ്പിച്ചു കടത്തിയ കോടിക്കണക്കിന് രൂപ വില വരുന്ന മയക്കുമരുന്നുകൾ പോലീസ് പിടിച്ചെടുത്തു. ഇത്ര വിദഗ്ധമായി ഓപ്പറേഷൻ നടത്താൻ സാധിച്ചത് എങ്ങനെയാണ് സാർ? ഒരു കമ്പി ഒളിച്ച് താക്കോലുണ്ടാക്കുക, അതിട്ട് തുറക്കാന്നൊക്കെ പറഞ്ഞാല് ഇത്തരം അറകളിൽ മയക്കുമരുന്ന് കടത്താറുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഒക്കെ CA സാജൻ സാറിന്റെ ബുദ്ധിയാ. ഈ ഓപ്പറേഷന്റെ ഫുൾ ക്രെഡിറ്റ് സാറിനുള്ളതാ. സാറ് പറഞ്ഞു, ഞാൻ അനുസരിച്ചു. അത്രേ ഉള്ളൂ. പോയി ചോദിക്കും. സർ ഒന്ന് ചോദിച്ചോട്ടെ, പോലീസ് എനിക്ക് ആകെ നേട്ടമായി ഈ മയക്കുമരുന്ന് വേട്ടയെ കുറിച്ച് വിശദമായി ഒന്ന് പറയാമോ? അത് കത്തിച്ച് വിട് സാറേ. അല്ല, അത് ഈ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം ദത്തൻ സാർ പറഞ്ഞിട്ടാണുള്ളത്. ആരാ ദത്തൻ സർ? അത് ഈ അത് പിന്നെ ദത്തൻ MLA. അതെ. അദ്ദേഹത്തിന്റെ ബിനാമിയുടേതാണല്ലോ ഈ കണ്ടെയ്നർ. അതായത് ഒരു MLA പോലും തനിക്ക് പേടിയില്ലെന്നാണ് CA സാജൻ സാർ ഇപ്പൊ നിങ്ങളോട് അർത്ഥമാക്കിയത്. ആണോ സാർ? അതെ 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 സാർ. അതെ സാർ. കോടിക്കണക്കിന് രൂപ വില വരുന്ന ലഹരിമരുന്ന് കടത്തിനു പിന്നിലുള്ള ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മറനീക്കി പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.